ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എം എസ് സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. പ്ലസ് ടുവിലുള്ള യൂണിറ്റ് 2 ചാപ്റ്റർ 1 ഏതാണ്? മെൻഡിങ് വാൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആട്ടോ. എഴുതിയ ആളുടെ പേരെന്താണ്? ഇതൊരു പോമാണ്, റോബർട്ട് ഫ്രോസ്റ്റ് ആണ് കേട്ടോ. റോബർട്ട് ഫ്രോസ്റ്റ് ആണ് എഴുതിയിട്ടുള്ളത്. ബൈ ദ വേ, ചാപ്റ്ററിലെ ഒരു സമ്മറിയിലേക്ക് കയറാം. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല, എങ്കിലും നമുക്ക് ചാപ്റ്ററിന്റെ സമ്മറി. കാര്യം പ്ലസ് ടുവിലുള്ള ചോദ്യം ഇതിനെ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും പിന്നെ പ്ലസ് ടുവിൽ പോം കമ്പാരിസൺ ഉണ്ടാവില്ല. പോം കമ്പാരിസൺ വേറൊരു പോയിട്ട് കമ്പയർ ചെയ്യാനുണ്ടാവില്ല കേട്ടോ. ഡിസ്കോസ് ആകുമ്പോൾ പിന്നീട് പഠിപ്പിക്കാം. ഇപ്പം നമ്മൾ ചാപ്റ്ററിലേക്ക് കയറാം. തീം ഇറ്റ്സ് എ പോയം റിട്ടൺ ബൈ ദ ഫേമസ് അമേരിക്കൻ പോയിറ്റ് ആണ് കേട്ടോ. ഈ റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു അമേരിക്കൻ പോയിറ്റ് ആണെന്ന് മനസ്സിലാക്കണം. ശ്രദ്ധിക്കണേ. ദ പോയം ടെൽസ് അബൌട്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദ റിലേഷൻഷിപ്പ് ഓഫ് ടു നൈബേഴ്സ്, രണ്ട് അയൽവാസികളുടെ ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് അയൽവാസികൾ. ദ സെൻട്രൽ തീം ഓഫ് ദ പോം ഈസ് നാച്ചോ ഡസൻ ലൈക്ക് ദ സെപ്പറേഷൻ. അല്ലേ, രണ്ട് അയൽവാസികൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രകൃതിക്ക് എന്ത് ഇഷ്ടമല്ല? സെപ്പറേഷൻ ഇഷ്ടമല്ല. നിങ്ങൾ മനസ്സിലാക്കണേ. പ്രകൃതിക്ക് എന്ത് ഇഷ്ടമല്ല? സെപ്പറേഷൻ ഇഷ്ടമല്ല എന്നാണ് അതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത്. ബട്ട് ഫോർ എ ഹെൽത്തി റിലേഷൻഷിപ്പ്, അല്ലെ, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് ബിറ്റ്വീൻ ടു നൈബേഴ്സ്, രണ്ട് അയൽവാസികളുടെ ഹെൽത്തി റിലേഷൻഷിപ്പിന് വാൾസ് ആർ നെസസറി. അല്ലെ, മതിലുകൾ നിർബന്ധമാണ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല മതിലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല അയൽവാസികളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മെൻഡിങ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ മക്കളെ? റിപ്പയറിംഗ് എന്ന് പറയുന്ന അർത്ഥം കേട്ടോ. വാള് റിപ്പയർ ചെയ്യുക എന്ന് പറയുന്ന അർത്ഥമാണ്. അപ്പം എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത്? നമുക്ക് അത് പഠിക്കാൻ പറ്റും. ദർ ആർ ടു ക്യാരക്ടേഴ്സ് ഇൻ ദിസ് പോം. ഈ കവിതയിൽ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ ആ കഥയിലേക്ക് പോവാട്ടോ. There is a stone wall between their property. അവരുടെ പ്രോപ്പർട്ടിക്ക് ഇടയിൽ നോക്കൂ, ഇത് ഒരുത്തന്റെ പ്രോപ്പർട്ടി, ഇത് വേറൊരുത്തന്റെ പ്രോപ്പർട്ടി. ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? ഒരു മതിലുണ്ട് കേട്ടോ. ക്ലിയർ. ദ വാൾ ഈസ് ബ്രോക്കൺ വിത്തൗട്ട് എനി റീസൺ. ഈ മതിൽ ഒരു കാരണം ഇല്ലാണ്ട് ഇങ്ങനെ തകരലുണ്ട് കേട്ടോ. ഇൻ എവറി സ്പ്രിംഗ് സീസൺ, എല്ലാ സ്പ്രിംഗ് സീസണിലും ദ പോയിന്റ് ഫൈൻഡ്സ് ദ വാൾ ഈസ് ബ്രോക്കൺ. എല്ലാ സ്പ്രിംഗ് സീസണിലും ഈ കവി കാണുന്നു വാൾ ഇങ്ങനെ തകരുന്നതായിട്ടാണ് കാണുന്നത്. നോ വൺ നോസ്, ആർക്കും അറിയില്ല, ഹു ഈസ് ബ്രേക്കിംഗ് ദ വാൾ. ആരാണ് ഈ വാൾ തകർത്തുന്ന? ഒരാൾക്കും അറിയില്ലടാ. ദ പോയിന്റ് ഇൻഫോംസ് ഹിസ് നൈബർ. കവി തന്റെ നൈബറിനോട് അറിയിക്കുകയാണ് അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ദി വാൾ. അപ്പൊ ഇത് ചോദ്യം ചോദിക്കും, എന്താണ് കവി തന്റെ നൈബറിനോട് പറഞ്ഞത്? അല്ലെ, എന്താണ് അദ്ദേഹത്തോട് പോയി പറഞ്ഞത്? നോക്കൂ, ദ പോയിന്റ് ഇൻഫോംസ് ഹിസ് നൈബർ അബൌട്ട് ദി കണ്ടീഷൻ ഓഫ് ദി വാൾ ആട്ടോ. വാളിന്റെ കണ്ടീഷൻ ആണ്. ക്ലിയർ. They repair the stone wall. എന്നിട്ട് അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്? ആ സ്റ്റോൺ വാൾ റിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ദ പോയിറ്റ് ഡൗട്ട്സ്. ദ പോയിറ്റ്, ഇവിടെ നൈബർ ഉണ്ട് അല്ലേ, ഇവിടെ എന്തുണ്ട്? നമ്മുടെ പോയിറ്റ് ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാണ്? ഈ വാൾ എന്ത് ചെയ്യാണ്? റിപ്പയർ ചെയ്യാൻ വേണ്ടി പോയിട്ട് അതിനടുത്ത് റിപ്പയർ ചെയ്യാണെന്ന്. ദ പോയിറ്റ് ഡൗട്ട്സ്. ഇത് റിപ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കൂ, ആരാണ് ഈ മതിൽ തകർക്കുന്നത്? നിങ്ങൾ പറ, ആരാ മതിൽ തകർക്കുന്നത്? There is something that doesn't love the wall. എന്തോ ഒരു സംഗതിക്ക് വാൾ ഇഷ്ടമല്ല. ഏതാണ് ഒരു സംഗതി? നേച്ചർ, പ്രകൃതിക്കാട്ടോ വാൾ ഇഷ്ടമല്ലാത്തത്. അപ്പൊ ഈ വാൾ ഇങ്ങനെ റിപ്പയർ ചെയ്യുന്ന സമയത്ത് ദ പോയിന്റ് ഡൗട്ട്സ് ദ നീഡ് ഓഫ് ദി വാൾ ബിറ്റ്വീൻ ദെയർ പ്രോപ്പർട്ടി. പോയിന്റ് പറയണം, ഇപ്പൊ നമ്മളെ പ്രോപ്പർ ലാൻഡിന്റെ ഇടയിൽ ഇങ്ങനൊരു മതിലിന്റെ ആവശ്യമുണ്ടോ? അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തെ സംബന്ധിച്ച് ദേ ഡോണ്ട് നീഡ് എ വാൾ ബിക്കോസ്, അല്ലേ, അവർക്ക് ഒരു വാളിന്റെ ആവശ്യമില്ല. അതിന്റെ കാരണം കേട്ടോളൂ. ബിക്കോസ് ദേ ഹാവ് നോ ക്യാറ്റിൽ. അവർക്ക് കന്നുകാലികളില്ല. ദേ ഹാവ് ഓൺലി ആപ്പിൾ ട്രീസ് ആൻഡ് പൈൻ ട്രീസ്. അവർക്ക് ഇപ്പുറത്ത് എന്തുള്ളൂ? കന്നുകാലികളില്ല. ഇവിടെ ആപ്പിൾ ട്രീസ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? പൈൻ ട്രീസ് ഉണ്ട്. ഇത് മാത്രമേ ഇവർക്കുള്ളൂ കേട്ടോ. ദേ നെവർ ക്രോസ് ദ ലാൻഡ്. മരങ്ങളാണ് ക്രോസ് ചെയ്യില്ലല്ലോ, അല്ലേ. ദ പോയിന്റ് സേസ് ഹിസ് നൈബർ. അപ്പോ ഈ കവി തന്റെ അയൽവാസിനോട് പറയുന്നുണ്ട്, ദർ ഇസ് നോ നീഡ് ഓഫ് വാൾ ബിറ്റ്വീൻ അസ്. അല്ലേ, നമുക്കിടയിൽ എന്ത് വേണ്ട? നോ നീഡ് ഓഫ് വേൾഡ് അല്ല, വാൾ ആട്ടോ. ബിറ്റ്വീൻ അസ്. നമുക്കിടയിൽ എന്തിനാടാ നമ്മൾ അനാഥരല്ല, ഗുണ്ടകളല്ല എന്നൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് ഇടയിൽ എന്തിനാടാ ഒരു വാളിന്റെ ആവശ്യം? അല്ലേ. ബട്ട് ദി നൈബർ ഈസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ പോയിന്റ്സ് ഒപ്പീനിയൻ. പക്ഷേ ഈ നൈബർ തയ്യാറല്ല, ഈ കവിയുടെ അഭിപ്രായം ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ദർ മസ്റ്റ് ബി എ വാൾ. കവി ഇയാൾ പറയാട്ടോ, എന്റെ ആൻസസ്റ്റേഴ്സ്, എന്റെ ഓൾഡ് ഏജ് സ്റ്റോൺ ഏജ് എന്നൊക്കെ പറയട്ടോ, കലികാലത്തിലുള്ള ആളുകൾ കേട്ടോ, അവരെന്നോട് ആൻസസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ദേ മസ്റ്റ് ബി എ വാൾ. അവിടെ ഒരു വാൾ നമുക്കിടയിൽ വേണം. ബിക്കോസ് ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ്. നമ്മുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു വാൾ വേണം. എൻ്റെ ആൻസസ്റ്റേഴ്സ് ഒക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചതാണെന്ന്. ഹി സേസ് ദാറ്റ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വേർഡാണ് ആ വേർഡ് കേട്ടോ. നോക്കൂ, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല മതിലുകൾ നല്ല അയൽവാസികളെ സൃഷ്ടിക്കുന്നു. ആക്ച്വലി ദ ഐഡിയാസ് ഓഫ് പോയിറ്റ് ആൻഡ് ഹിസ് നൈബർ
ആർ ഡിഫറെൻറ്റ്. രണ്ടാളുകളുടെയും ഐഡിയ ഡിഫറെൻ്റ് ആണ്. രണ്ടും റോങ് ആണോ? രണ്ടും റോങ് അല്ല അല്ലേ? അക്കോർഡിംഗ് ടു ദ പോയിന്റ് ദർ ഇസ് നോ നീഡ് ഓഫ് വാൾ, ബട്ട് അക്കോർഡിംഗ് ടു ദ നൈബർ ആർഗ്യൂസ് ദാറ്റ് ദർ ഷുഡ് ബി എ വാൾ. അല്ലേ, ഒരാൾക്ക് വാൾ വേണ്ട, ഒരാൾക്ക് എന്ത് വേണം? വാൾ വേണം. ഇതാണ് എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ പറയുന്നത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. ഒരാൾ പഴഞ്ചൻ ചിന്താഗതി ഇട്ട് വരികയാണ്, ഒരാൾ പുത്തൻ ചിന്താഗതി ഇട്ട് വരികയാണ്. എന്ത് വാളിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. രണ്ടും രണ്ട് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ശരിയാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. താങ്ക് യു വെരി മച്ച്. ബൈ.